പെരുമേട് മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലെ വിവിധ ബൂത്തുകളിലും പോളിംഗ് പുരോഗമിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ആളുകളുടെ നീണ്ട നിര ബൂത്തുകളിൽ കാണാം. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 12 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളിൽ ഉൾപ്പെട്ടതിനാൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥികൾ വിവിധ സ്ഥലത്തായി വോട്ടുകൾ രേഖപ്പെടുത്തി. വിശദാംശങ്ങളുമായി ജെറിൻ ചേർന്നു. ജെറിൻ, പെരുമേട് നിയോജക മണ്ഡലത്തിൽ ഏത് രീതിയിലുള്ള പോളിംഗ് ആണ് പുരോഗമിക്കുക, അല്ലെങ്കിൽ വോട്ടിംഗ് ആണ് പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ പ്രശ്നബാധിത ബൂത്തുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടോ? ഇതിൽ രാവിലെ മുതൽ തന്നെ ആളുകളുടെ ഒരു വലിയ നിര എല്ലാ പോളിംഗ് ബൂത്തുകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉച്ചയോടടുക്കുമ്പോൾ തന്നെ ചൂട് കൂടുന്നതിൻ്റെ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ രാവിലെ എത്തി വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പെരുമേടിൻ്റെ പല ഭാഗത്തുനിന്നും കാണാൻ കഴിയുന്നത്. ഇതിനു പുറമെ തോട്ടം മേഖലയിലൊക്കെ എല്ലാ ബൂത്തുകളിലുമൊക്കെ വലിയ നീണ്ട നിര കാണാം. പ്രധാനമായിട്ടും തന്നെ വണ്ടിപ്പെരിയാറ്റിലെ 12 ബൂത്തുകളിലായിട്ട് അതീവ സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഈ 12 ബൂത്തുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ പ്രശ്നബാധിത ബൂത്തുകളിലൊക്കെ വളരെ വലിയ സുരക്ഷയാണ് ഈ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 191 മുതൽ 214 വരെയുള്ള ബൂത്തുകളിൽ വലിയ രീതിയിലുള്ള സുരക്ഷ ക്രമീകരിച്ചിരിക്കുന്നു. ഈ ബൂത്തുകളിലും ഒരു വലിയ നിര നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോഴും അത് 10-20 പേരടങ്ങുന്ന ഒരു നിര എല്ലാ ബൂത്തുകളിലും നമുക്ക് പെരുമേട് വിവിധ ഭാഗങ്ങളുടെ ദൃശ്യമാണ്. UDF സ്ഥാനാർത്ഥി ശ്രീ തോമസ് ഏലപ്പാറയിലാണ് രാവിലെ വോട്ട് രേഖപ്പെടുത്തിയത്. ഇതിന് തുടർന്ന് LDF സ്ഥാനാർത്ഥിയായ സലീം കുമാർ തൊടുപുഴയിൽ വോട്ട് രേഖപ്പെടുത്തി. NDAയുടെ സ്ഥാനാർത്ഥിയായ രതീഷ് വർഗമല കട്ടപ്പനയിലും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി ഈ സ്ഥാനാർത്ഥികളെല്ലാം എല്ലാ പഞ്ചായത്തുകളിലും എത്തി പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടി പ്രവർത്തകരും അവരുടെ വോട്ടുകൾ കൈക്കലാക്കാൻ വേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തു വരുന്നു. പരമാവധി എല്ലാ വോട്ടർമാരെയും ബൂത്തുകളിൽ എത്തിച്ച് പരമാവധി പോളിംഗ് ശതമാനം ഉയർത്തുക എന്ന ലക്ഷ്യവും എല്ലാവരും മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 73% പെരുവെട്ടിലെ പോളിംഗ്. ഈ തവണ 73-ന് മുകളിൽ ഈ പോളിംഗ് ശതമാനം ഉയർത്താനായിട്ടാണ് എല്ലാ മുന്നണികളും ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും മണിക്കൂറിൽ ചിലപ്പോൾ അല്പം ഒരു മന്ദ രീതിയിൽ പോകാനായിട്ടാണ് പോളിംഗ് സാധ്യത കാണുന്നത്. കാരണം ഒരു വലിയ ചൂടാണ് ഈ പ്രദേശങ്ങളിൽ. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ അല്പം മന്ദഗതിയിൽ പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി കൂടുതൽ ഒരു പോളിംഗ് ശതമാനം ഉയരുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. നിതിൻ.